അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രവാചക സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓരോ വിശ്വാസിയും പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം. എന്നാൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നബിദിനം ആഘോഷിക്കുന്ന സമസ്തക്കാർ നബിദിനമാഘോഷം സുന്നത്താണെന്ന് വാദിക്കുമ്പോൾ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിനെ എതിർക്കുകയും ചെയ്യുന്ന സെലഫികൾ പറയുന്നു നബിദിനമാഘോഷം ബിദ്അത്താണ് എന്ന്. ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവുമില്ല. പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് പോലും നബിദിനമാഘോഷം പരിചയമില്ല എന്ന്. പിൽക്കാലത്ത് ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന്. എന്നാൽ 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും വാദിക്കുന്ന സമസ്തക്കാർ ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നും പ്രവാചകനും സഹാബാക്കളും തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നും മുദഫർ രാജാവിൻ്റെ കാലഘട്ടം മുതൽ അത് വിപുലമായി ആഘോഷിച്ചു വരുന്നു എന്നുമൊക്കെയാണ് സമസ്തക്കാർ വാദിക്കുന്നത്. നമുക്ക് ആദ്യം സമസ്തയുടെ വാദം എന്താണെന്ന് കേൾക്കാം. ഇവിടെ എഴുതപ്പെട്ട വാദം സുന്നിവാദമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് റബീഉൽ അവ്വലിൽ പ്രത്യേകമായി കൊണ്ട് നടത്തുന്ന നബിദിനാഘോഷം ഇസ്ലാമികവും സുന്നത്തുമാണ്. ഇവിടെ ഹുസൈൻ സഖാഫി വാദിച്ചത് സുന്നത്താണ് എന്നാണ്. ഇനി നമുക്ക് ഇതിന്റെ തുടക്കക്കാർ ആരാണെന്ന് സമസ്ത മുസ്ലിയാക്കന്മാർ പറയുന്നത് കേൾക്കാം. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു. ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് നബിദിനം ആഘോഷത്തിന് തുടക്കം കുറിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്തുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷത്തിന് പ്രവാചകൻ തുടക്കം കുറിച്ചു. ഇനി സഹാബാക്കൾ നബിദിനം ആഘോഷിച്ചോ? മറ്റൊരു മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. മൗലിദ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിരവധി സ്വഹാബിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മദിയത്തെ പള്ളിയിൽ നിന്ന് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത്, മരണത്തിന്റെ ശേഷമുള്ള ആണ്ടല്ല, ജന്മദിനത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹസ്സൻ ബിൻ സാബിത്ത് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹാന്മാരായ സഹാബിമാരെ പങ്കെടുപ്പിച്ച് ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദിയത്തെ പള്ളിയിൽ നിന്ന് മൗലിദ്. അപ്പോൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട്, ജന്മദിനമാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവും സഹാബാക്കളും പ്രവാചകന്റെ മൗലിദ് പാരായണ സദസ്സുകൾ സംഘടിപ്പിച്ചു. അത് പിൽക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷവും സഹാബാക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി മദീന പള്ളിയിൽ വെച്ച് പ്രവാചകന്റെ ജന്മദിനമാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെച്ചത്. ഇനിയും മുസ്ലിയാക്കന്മാർക്ക് പറയാനുണ്ട്. മറ്റൊരു മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. ആടിനറത്തില്ലേ, അതിന് ദിവസം നിശ്ചയിച്ചില്ലേ? ഫതുഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു വീട്ടിൽ സ്വഹീഹായ ഹദീസാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയും ആടിനെ അറുത്തു കൊടുക്കുകയും ചെയ്തു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ കുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ. ഇന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആരാ ചെയ്തത്? സ്വഹാബത്ത്. എന്നാ ചെയ്തത്? റബീഉൽ അവ്വൽ. ഏത് ദിവസാ ചെയ്തത്? 12 അന്ന്. നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടി ആനയിച്ചു. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇത് റബീഉൽ അവ്വൽ 12 സ്വഹാബത്താണ് ചെയ്തത്. അപ്പോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ആയത്ത് പറഞ്ഞു, അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു. പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടി പ്രവാചകന്റെ മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചു നബിദിനം ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്നാണ് ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത്. അതായത് പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ നബിദിനം ആഘോഷമുണ്ട്. തുടക്കം കുറിച്ചത് പ്രവാചകൻ, സഹാബാക്കൾ അത് ഏറ്റെടുത്തു. സഹാബാക്കളും അത് വിപുലമായി നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ സലഫികൾ പറയുന്നു പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു രംഗം കാണാം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇവരാരും നബിദിനാഘോഷം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിനുള്ള പ്രമാണം? പ്രമാണം നഹീ ഹേ, ബഡാ ഹി ജോർ ഹേ. ഇതാണ് ഇവിടെ ഈ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത്, സാധാരണ മുജാഹിദുകൾ പറയാറുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് നബിദിനമാഘോഷം നടത്തിയതായി ഒരു രേഖയുമില്ല എന്ന്. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അവർ നടത്തിയില്ല എന്നതിന് തെളിവ് വല്ലതുമുണ്ടോ എന്ന രീതിയിലുള്ള ഈ ചോദ്യം. സത്യത്തിൽ അദ്ദേഹം സ്വയം പരിഹാസ്യനാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവരങ്ങനെ ആഘോഷം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രേഖയാണല്ലോ കാണിക്കേണ്ടത്. അതിനു പകരം ഇല്ല എന്നതിൻ്റെ രേഖ കാണിക്കാനാണ് മുസ്ലിയാർ പറയുന്നത്. ഇത്തരം മുസ്ലിയാക്കന്മാരുടെ വാദങ്ങളൊക്കെ കേട്ട് ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് മുജാഹിദുകൾ നടത്തുന്ന മുഖാമുഖങ്ങളിലൊക്കെ വന്ന് ചില മുസ്ലിയാർ കുട്ടികൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന രംഗങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു രംഗം നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ പറഞ്ഞാൽ എന്താ അറിയോ, നബിദിനത്തിന് തെളിവില്ലാന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, എന്നിലേക്ക് ചേർത്തി പറഞ്ഞു. തെളിവില്ലാന്ന് എനിക്കറിയെങ്കിൽ ഞാനിവിടെ വന്നിരിക്കൂലല്ലോ. തെളിവുണ്ട് എന്ന് അറിയുന്നോണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. അതൊന്ന്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചു നബിദിനത്തിന് തെളിവുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന്. ആ ഒരു തെളിവ് പങ്കുവെക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഒന്നിച്ചത് സ്വീകരിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഒരു ചാൻസ് അതിനു വേണ്ടി തരികയാണ്. നിങ്ങൾ മനസ്സിലാക്കിയ റസൂലുള്ളയോ സ്വഹാബത്തോ അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരെങ്കിലും നബിദിനാഘോഷം കഴിച്ചതായി ഉള്ള തെളിവ് നിങ്ങളൊന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വാശിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു കാര്യം ശരിയായി വന്നിട്ട് അത് തെളിവ് സഹിതം ആര് പറഞ്ഞാലും അത് ഞങ്ങൾ സ്വീകരിക്കും. അതിൽ ഞങ്ങൾക്ക് വേറെ വാശിയോ വെക്കാനൊന്നുമില്ല. നിങ്ങൾ ഉള്ള തെളിവ് ഞങ്ങൾക്കും കൂടി ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. ഒരു ആയത്തോളം പഴിഞ്ഞിട്ട് വേണ്ടല്ലോ. നിങ്ങൾ എന്നോട് നേരെ ചോദ്യം ചോദിച്ചില്ലല്ലോ, എന്നോടല്ലല്ലോ ചോദിച്ച്. ഇപ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത്. ചോദ്യമല്ല പറഞ്ഞേ, നിങ്ങൾ മറുപടി അറിയുന്ന ആളല്ലേ, ആ ഒരു മൈൻഡിൽ നിങ്ങൾ പറയും. ആയത്തൊന്ന് പറയുന്നത് ഞാനിതുവരെ നിങ്ങളോട് ചോദിക്കായിരുന്നു, ആ മൂപ്പരിപ്പ് എന്നോട് പറഞ്ഞു എനിക്ക് തെളിവ് അറിയാം, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തരുമോ, പങ്കുവെക്കുവോ എന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് എനിക്ക് അവിടുന്ന് അവസരം തന്നാല് ഞാൻ പറയാം. നിങ്ങൾ ഇത്രയും സമയം 1-1.5 മണിക്കൂറോ എത്ര സമയമായി എന്നറിയില്ല തുടങ്ങിയിട്ട്, ഏതായാലും ഇത്രയും സമയം നിങ്ങൾ അനിസ്ലാമികമാണ് എന്ന് സമർത്ഥിക്കാൻ ഇത്രയും ടൈം എടുത്തല്ലോ. ആ സ്ഥിതിക്ക് എനിക്ക് ഒരു 15, 20, 10 മിനിറ്റ് തരുന്നതിന് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആ ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ ഒലിച്ചു പോകില്ല. നിങ്ങൾ തന്നെ ഒളിച്ചു പോകുക. ഇത് വെള്ളപ്പൊക്കത്തെ ഒളിച്ചു പോകാൻ ഒരു ആയത്തോളം 1 മിനിറ്റ് വരെ ഒരു 15 മിനിറ്റ് ജുസൂഫ് ഫുള്ള് ഓതാൻ പറ്റും. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ ഇല്ല എന്നുള്ളത്. പണ്ട് ഉമർ മൊഴിയോട് ഒരാൾ ചോദിച്ചു മിറാജ് നോമ്പ് സുന്നത്തുണ്ടോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്നാണ്. അപ്പൊ ഒരു പൊന്നാനിക്കാരൻ മുസ്ലിയാർ 100 പേജുള്ള ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇത് സുന്നത്താന്ന് സ്ഥാപിച്ചുകൊണ്ട്. ഉമർ മൊഴി അപ്പൊ തന്നെ മനസ്സിലാക്കാതെ ഇല്ലാത്താണ്. ഉള്ളതാണ് ഈ ആദീസ് പറഞ്ഞാൽ 100 പേജുള്ള ബുക്കിന്റെ ആവശ്യമില്ല. ആദീസ് എന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ ഇല്ലാത്ത സ്ഥാപിക്കാനാണ് 100 പേജുള്ള ബുക്ക് എന്ന് പറഞ്ഞ പോലെ 15 മിനിറ്റ് ഒരു ആയത്തോതാണ്. അപ്പൊ പിന്നെ അവനാന്റെ ഭാഗം ഒപ്പിച്ചുണ്ടാക്കി സ്ഥാപിച്ചത് അതിന് നാളെ പേര് കിട്ടിക്കൂടി. അപ്പൊ പറഞ്ഞോളി ഒരു ആയത്തിന് നിങ്ങൾ ഓതിക്കൂടി കുഴപ്പമില്ല. ഹദീസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളി, അല്ലെങ്കിൽ നബിയോ സഹാബത്തെ താബികളോ താബികളോ ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. ഇനി അതല്ല 400 വരെ എഴുതപ്പെട്ട ഏതെങ്കിലും കിതാബിൽ നബിദിനാഘോഷത്തെ പറ്റി പരാമർശമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയം തരും. അത് പറയണം, വേറൊന്നും പറയാൻ പറ്റില്ല. 400 വരെ, 1 മുതൽ 400 വരെയുള്ള 4 നൂറ്റാണ്ട് കാലത്ത് ആയിരക്കണക്കായ കിതാബ് എഴുതപ്പെട്ടിട്ടുണ്ട്. 4 ഇമാമികളും ജീവിച്ചത് അക്കാലത്താണ്. ഹദീസ് പണ്ഡിതന്മാർ മിക്കവാറും ആളുകൾ ജീവിച്ചത് അക്കാലത്താണ്. ഖുർആൻ വ്യാഖ്യാതാക്കളെ വലിയ ആളുകളായ ഇമാം തുബരി അടക്കമുള്ളവർ ജീവിച്ചത് അക്കാലത്താണ്. അവരാരുടെങ്കിലും കിതാബിൽ 400 വരെയുള്ളതിനിടയ്ക്ക് എഴുതപ്പെട്ട കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാമർശം കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് തരും. അത് നിങ്ങൾ ആകണേ അപ്പൊ പറഞ്ഞോളി. നബിദിനം ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയും. നിങ്ങൾ എന്നെ ചോദിച്ചത് ഒന്ന് പറഞ്ഞു തരീന്ന്. അപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു, വടി കൊടുത്ത് അടി വാങ്ങാൻ തന്നെ പറയാം. അപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു, പക്ഷെ നിങ്ങൾ അവസരം തരുന്നില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ അല്യോമാക്കും ദീനക്കും. ഒരു മിനിറ്റ്, ഫൈസൽ മൗലവി മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ആയത്തോ ഹദീസോ അല്ലെങ്കിൽ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥത്തിലുള്ള ഉദ്ധരണിയോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 5 മുതൽ 10 വരെ മിനിറ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ആയത്തുണ്ടെങ്കിൽ ആയത്തിന്റെ നമ്പർ പറഞ്ഞാൽ മതി, ആയത്ത് ഇവിടുന്ന് ഓതും. ഹദീസ് ഉണ്ടെങ്കിൽ ഏത് ഗ്രന്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കണ്ടുപിടിക്കാം. നബിദിനം ഇസ്ലാമികമാണെന്നുള്ളതിന്റെ തെളിവ് ഞാനല്ലേ പറയേണ്ടത്? ഞാനല്ലേ പറയേണ്ടത്? ഞാൻ പൂർണ്ണമായിട്ട് പറയാം. നിങ്ങൾ അവസരം തരുമോ? അതല്ലേ
അല്ല, പൂർണ്ണമായിട്ട് പറയാൻ നിങ്ങൾ അവസരം തരുമോ? ഒരു 15 മിനിറ്റ് തരുമോ? നിങ്ങൾ 10 മിനിറ്റിന്റെ ഉള്ളിൽ പറയുന്നത് അതല്ലേ? 15 ആയിക്കോട്ടെ, 15 മിനിറ്റ് നിങ്ങൾ തരുമോ? ബാക്കി 5 മിനിറ്റ് നമുക്ക് ആലോചിക്കാം. ആദ്യം 10 മിനിറ്റിന്റെ ഉള്ളിൽ പറയും. ആ ആയത്തൊന്ന് പറഞ്ഞാളേ, എന്നാ തീർന്നില്ലേ? ആയത്ത് പറഞ്ഞാലേ അല്ല, നിങ്ങൾ ഒരു ഇസ്ലാമികമാണ് തെളിയിക്കാൻ അത്രയും സമയത്തില്ലേ? സഹോദര ജുനൈദ്, 15 മിനിറ്റ്. ഇത് തർക്കത്തിന് വേണ്ടിയല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളേ. നിങ്ങൾക്ക് 10 മിനിറ്റ് തരാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിച്ച അത്ര തരണില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലേ കുറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞോ, അതാ മൈക്കതാ, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. തെളിവ് പറഞ്ഞോളൂ നിങ്ങള്. 10 മിനിറ്റ് തരും. അതല്ലേ പറഞ്ഞേ. തെളിവ് പറയും. അതിന്റെ അടുക്ക് നിങ്ങൾ ഇടപെടുവോ? തെളിവ് വെറുതെ അനാവശ്യ വർത്താനം പറയാൻ പറ്റൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജുനൈദേ, നിങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ തുടങ്ങുമ്പോഴും ഒക്കെ ഹംദും സലാത്തും ചൊല്ലി. ഇനി അത് ചൊല്ലിയിട്ട് വീണ്ടും സമയം കളയണ്ട. ഞാൻ പുതിയൊരു വിഷയാവതരണം തുടങ്ങല്ലേ? തെളിവ് പറയുന്നു. നിങ്ങൾ വിഷയാവതരണമല്ല, അങ്ങക്ക് തെളിവ് പറയാനുള്ള അവസരമാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? വെറുതെ സമയം കളയല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരായ മഹാന്മാര് ഒരുപാട് ഗ്രന്ഥങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമികമാണ് എന്നും അത് പുണ്യകരമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് പുണ്യകരമല്ല എങ്കിൽ, അതായത് ഇസ്ലാമിന് അന്യമാണ് എങ്കിൽ അത് ഒരു പണ്ഡിതനും ഇവിടെ പഠിപ്പിക്കുകയില്ലായിരുന്നു. അതേ സമയത്ത് ഒരുപാട് പണ്ഡിതന്മാർ അത് ഇസ്ലാമികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ നടന്ന ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടും അതുപോലെയുള്ള ചില മോശപ്പെട്ട രീതിയിൽ നടന്ന ചില മൗലിദുകളെ ഇമാം ഫാക്കിഹാനി അടക്കമുള്ള പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും അത്തരം മൗലിദുകളെ ഈ മൗലിദിന്റെ തെളിവില്ല എന്ന നിലയ്ക്ക് അത്തരം മൗലിദുകളെ മാത്രം എതിർത്തിട്ടുണ്ട്. അതേ സമയത്ത് പല പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അതേ ദിവസത്തിൽ തന്നെ ആഘോഷിക്കലും അത് കൊണ്ടാടലും അന്ന് പ്രത്യേകം ശുക്ർ പ്രകടിപ്പിക്കലും അത് നന്മയുടെ പല രൂപങ്ങളെ കൊണ്ടും നല്ല കാര്യങ്ങളെ കൊണ്ട് ശുക്ർ പ്രകടിപ്പിക്കലും അന്ന് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ഒക്കെ പഠിച്ച പണ്ഡിതന്മാർ ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ശ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ആ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ ശുക്ർ ചെയ്യണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യണം എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅയ്യു നിഅമത്തിൻ അഅലമു മിൻ ബുറൂസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം മറ്റേതാണ്? പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പണ്ഡിതന്മാർ തന്നെ പറയുന്നു. ആ പണ്ഡിതന്മാർ പറയുകയാണ്, ആ ദിവസത്തിൽ തന്നെ നബി തങ്ങൾ ജനിച്ചതിന് പ്രത്യേകം നന്ദി ചെയ്യണം. ഇമാം അതെ നിങ്ങൾക്ക് അംഗീകരിക്കുന്ന ശൗക്കാനി തന്നെ പറയാണ്, അസ്സലാത്തു ശുക്റുൻ വസ്സിയാമു ശുക്റുൻ വകുല്ലു ഫീലിൻ വകുല്ലു ഖൈരിൻ തഫഅലുഹു ശുക്റുൻ. ഏത് നല്ല കാര്യങ്ങളും ശുക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നിയമത്താണ്. ആ നിയമത്തിന് നിങ്ങൾ ഏത് രൂപത്തിൽ നന്ദി ചെയ്താലും അതെല്ലാം ശുക്റിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാരും എടുത്തു തന്നെ പ്രത്യേകവും പറഞ്ഞു. അല്ലാതെ മൊത്തത്തിലും ഈ മൗലവിമാർ ഇവിടെ ഉദ്ധരിച്ച അതേ ബിദ്അത്തല്ല അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ അവർ കുറെ ആയത്തുകൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞതുപോലെ പണ്ഡിതന്മാരും ഇസ്ലാമികമാണെന്ന് തെളിയിക്കാൻ ഒരുപാട് വിഷയങ്ങളിലൂടെ സമർപ്പിച്ചിട്ടുണ്ട്. ആരാണ് പണ്ഡിതന്മാര്? ഖുർആൻ പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അതേ യഥാർത്ഥത്തിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കണം? നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു 5 നൂറ്റാണ്ട് 6 നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 7 നൂറ്റാണ്ടിന്റെ മുമ്പുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ വിവരമുണ്ട് എന്നുള്ളതിൽ ഏതെങ്കിലും മുസ്ലിമിന് സംശയമുണ്ടോ? അതേ സമയത്ത് ഇന്ന് വരുന്ന ചില മൗലവിമാര് വന്നിട്ട് പറയാണ്, അതെ അവർക്കൊന്നും വിവരമില്ല, അവർ പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പോകണ്ട എന്ന് പറഞ്ഞത് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, അങ്ങനെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരും ആരും പോയതില്ല. വലവും അതെ അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോകുമെന്ന് ഇമാം ഷാഫി തങ്ങളടക്കം പറഞ്ഞു. അതുപോലെ പല വിഷയങ്ങളും മുൻഗാമികൾ പറഞ്ഞു. ആ പണ്ഡിതന്മാർ അവർ ദീനിന്റെ ആളുകളാണ്. ദീൻ അവരെ നോക്കി അവരിൽ നിന്നാണ് ദീൻ മനസ്സിലാകുന്നത്. എത്രത്തോളം എന്റെ മുജാഹിദിന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം കൂടെ ഉറപ്പെടുത്തുകയാണ്, ഇതിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഒരു ഹദീസ് സഹീഹാണോ അല്ലേ എന്ന് പറയാൻ നമ്മളെല്ലാത്തിനും സഹിയായ ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ഹദീസ് സഹീഹാണെന്ന് പറയാൻ വേറൊരു ഹദീസിൽ ഉണ്ടാവൂല നേരത്തെ പറഞ്ഞ ഹദീസ് സഹീഹാണ് എന്ന്. അതേ സമയത്ത് ഹദീസ് സഹീഹാണെന്ന് പറയുന്നത് പിൽക്കാലഘട്ടത്തുള്ള ദഹബിയെ പോലെ ഇബ്നു കസീറിനെ പോലെ 8ാം നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവർ ആ ഒരു റാവിയെ കുറിച്ച് അവർ എന്താണോ പറഞ്ഞത് അത് സത്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഇവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഹദീസിനെ
സ്വീകരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹദീസ് സ്വഹീഹാണ് എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് ഇമാമിങ്ങളെ വേണം. ആ ഇമാമിങ്ങൾ പറയാണ് അതേ നബിദിനം സുന്നത്താണ്. ഇപ്പൊ ശേഷൻ മൗലവി പറയും ഫാഖ്യാനി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ ഫാഖ്യാനി പാടില്ല എന്ന് പറഞ്ഞത് എത്ര മൗലിദാണെന്നറിയോ? അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ ഇച്ഛക്ക് അനുസരിച്ച് കൊണ്ടുണ്ടാക്കിയ മൗലിദുകളാണ്. അതേ സമയത്ത് ഇതിന്റെ വിഷയത്തിൽ ഇനി എത്രത്തോളം ഇതിന്റെ വിഷയത്തിൽ ഒരു സംവാദം നടത്താനുണ്ടെങ്കിൽ വരെ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ എന്റെ പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ അതിനും തയ്യാറാണ്. ഈ വിഷയം ഞങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പല രൂപത്തിലാണ് മൗലവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ മറുപടിയിലും പുതിയൊരു ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലക്ക് മൗലവിമാരുടെ പ്രസംഗം മുന്നോട്ട് പോകുമ്പോ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, നേർക്ക് നേരെ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് അതേ നമുക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ സാധിക്കും. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതേ കൊണ്ടുവരാൻ, അതേ നിങ്ങൾ തന്നെ ആയിരിക്കും അതിന്റെ ആളുകളും. ഏതായാലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ. ഇവിടെ നിങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ വിഷയമെടുത്തുകൊണ്ട് അനിസ്ലാമികമാണെന്ന് സമർത്ഥിച്ചു. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിന് ചിലപ്പോൾ റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് പൂർണ്ണമായി എല്ലാ ചുരുളുകളും അഴിയുന്നതെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. സമയത്തിന് ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇമാമികളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഖുർആനാ പറഞ്ഞത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതേ നേരത്തെ പറഞ്ഞു ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. മാത്രമല്ല റബീഉൽ അവ്വൽ 12ന്റെ ദിവസം മഹാന്മാരാകുന്ന സഹാബത്ത് അവര് പറയുകയാണ് തലഅൽ ബദ്റു അലൈനാ വജബ ശുക്റു അലൈനാ. അതേ ബദ്റാകുന്ന പൂർണ്ണചന്ദ്രനാകുന്ന റസൂലുള്ള നമ്മിലേക്ക് ഇന്ന് വെളിവായിരിക്കുകയാണ്, അല്ലെങ്കിൽ റസൂലുള്ള വെളിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. ആരാ ശുക്ർ ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞു ചോദിക്കണ്ട. മാത്രമല്ല അത് എപ്പോൾ ഓരോ ദീനിലേക്ക് വിളിക്കുന്ന പാങ്ക് വിളിക്കുന്ന കാലത്തോളം അത് നിർബന്ധമാണ്. ആ ശുക്രിന്റെ രൂപമാണ് നേരത്തെ നിങ്ങളുടെ ഷൗക്കാനി തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏത് നന്മകൾ ശരി 10 മിനിറ്റായി. അല്ല ഇപ്പൊ മനസ്സിലായി, നബിയത്തിൽ തെളിവില്ല മനസ്സിലായില്ലേ? ഇതല്ലേ ആവശ്യമുള്ളൂ. നിങ്ങളെ ഭയന്ന് അറിയാൻ പറ്റും, അത് ഉസാറാ. ഭയന്ന് പറഞ്ഞിട്ട് സംവാദങ്ങളെ പറ്റൂല, അതും തെളിഞ്ഞു. ഭയന്ന് പറയുന്ന നല്ല ഉസാറ പൈസ ഉണ്ടാക്കാനും പറ്റും. ഇനി നിർത്തിക്കാണ്, ഇനി മുണ്ടല്ലേ. നിങ്ങൾ 10 തയ്ച്ചു മുസ്ലിം ഓരോ കിതാബുകൾ ഉദ്ധരിച്ചു. അതാ പറ ഓരോ കിതാബ് ഇപ്പൊ അൽഹംദുലില്ലാ ബോധ്യപ്പെട്ടു. ഹിജ്റ 400 വരെയുള്ള ഒരു പണ്ഡിതനും നബിയാഗത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ നമ്മൾ 10 പോയിട്ടില്ല. ആയിക്കോട്ടെ 12 ഇതല്ലേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ആകെ പറഞ്ഞ സുയൂത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ 10 കണ്ട ആവശ്യം നിർത്തിക്കളി. നിങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അൽഹംദുലില്ലാ ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഒരു ആയത്തിലോ ഒരു ഹദീസിലോ നബിയുടെ ചെയ്തിയിലോ സ്വഹാബത്തിന്റെ ചെയ്തിയിലോ താബിഈങ്ങളുടെ ചെയ്തിയിലോ തബഉ താബിഈങ്ങളുടെ ചെയ്തിയിലോ ഇങ്ങനെ ഒന്നില്ല. ഏയ് എന്തിനായി അവിടെ നോട്ടെ, മുമ്പ് പ്രതീക്ഷ നമുക്ക് അവിടെ നോട്ടെ. മുമ്പ് നന്നാവും, നന്നായി നമുക്ക് മെച്ച വയലറിയാൻ പറ്റും. ആ ഏയ് അവിടെ നോട്ടെ, മുമ്പ് കേൾക്കട്ടെ അവിടെ നിന്ന് കേൾക്കട്ടെ. ഒരു കസാര കൊടുക്കി ഇവിടെ, ഒരു ചയർ കൊടുക്കി മുമ്പ് ഇരിക്കട്ടെ. ആലിമ്യങ്ങളെ ബഹുമാനിക്കും, അവിടെ ഇരിക്കട്ടെ. ആ ശരി. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ അത്ര പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇമാം ഷാഫി റഹിമഹുല്ലാ ഞാനിത് ആവർത്തിച്ചു പറഞ്ഞു, ഇമാം ഷാഫി 100 കിതാബ് എഴുതിയ ആളാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ 7 അത്ര കിതാബ് എഴുതിയ ആളാണ്. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ അതേപോലെ കിതാബ് എഴുതിയ ആളാണ്. അവരാരും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ബോധ്യപ്പെടുന്നു, അവർക്കൊന്നും പരിചയമില്ല. പിന്നെ ആകളെന്താ ബാക്കി ഇരുന്നോളി, എന്തിനാ അവിടെ ഇരുന്നോളി, ആദം അവിടെ ഇരുന്നോളി, എന്താ പോയി ജുനൈദിരിക്കി മുസ്ലിം അവിടെ ജുനൈദ് അവിടെ ഇരിക്കി. ആ ഇരിക്കി, നിങ്ങളെ പ്രതീക്ഷ ഇരിക്കി. നന്നായി കിട്ടി, നമുക്ക് വളരെ ആളായില്ലേ. ഇരിക്കി അവിടെ ഇരിക്കി, മൈക്കല്ല ഇരിക്കി, 10 തന്നില്ല നിൽക്ക്. അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആന് കൊണ്ടോ പ്രവാചകന്റെ വചനങ്ങൾ കൊണ്ടോ സ്വഹാബത്തിന്റെ ചെയ്തി കൊണ്ടോ താബിഈങ്ങളുടെ ചെയ്തി കൊണ്ടോ തബഉ താബിഈങ്ങളുടെ ചെയ്തി കൊണ്ടോ ഷാഫി ഇമാമിന്റെ അധ്യാപനം കൊണ്ടോ ഇമാം മാലിക്കിന്റെ അധ്യാപനം കൊണ്ടോ ഇമാം അഹ്മദിന്റെ അധ്യാപനം കൊണ്ടോ ഇമാം അബൂ ഹനീഫയുടെ അധ്യാപനം കൊണ്ടോ ബുഖാരിയുടെ മുസ്ലിമിന്റെ അബൂദാവൂദ് തുർമുദി നസായിയുടെ ഇബ്നു മാജയുടെ മുഹയ്യിദ്ദീൻ ശൈഖ് റിഫായി ശൈഖിന്റെ പോലും കിതാബുകൾ കൊണ്ട് ഈ ആചാരം തെളിയിക്കാൻ സാധ്യമല്ല. സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, മുജാഹിദുകൾ നടത്തുന്ന മുഖാമുഖ വേദിയിൽ വന്ന് അദ്ദേഹം നബിദിനമാഘോഷം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ പറ്റും, എൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആ തെളിവുകളൊന്ന് പറയൂ, നമുക്ക് ഒന്നിച്ച് നബിദിനം ആഘോഷിക്കാം എന്ന രീതിയിൽ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുമ്പോൾ, അങ്ങനെ സംസാരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകുമ്പോൾ അദ്ദേഹം അവിടെ സംസാരിച്ചു വെച്ചത് എന്താണ്? ഇവിടെ ഫൈസൽ മൗലവി സംസാരത്തിനിടയിൽ പറഞ്ഞു വെച്ച ചില വരികളുണ്ട്. ഹിജ്റ 1 മുതൽ 400 വരെയുള്ള കാലയളവിനിടയിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ കഴിഞ്ഞുപോയത്.
പറയപ്പെട്ട പണ്ഡിതന്മാരുടെ അറിയപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിൽ നിന്ന് സമസ്തക്കാർക്ക് വായിക്കാൻ പറ്റുമോ? അങ്ങനെ വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയം നൽകാം എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. അതിനർത്ഥം എന്താണ്? ഒരു ഗ്രന്ഥത്തിലും പ്രവാചകന്റെ ജന്മദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് പരാമർശമില്ല എന്നല്ലേ? ഫൈസൽ മൗലവിയുടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? അത് ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ട വിഷയമാണോ? അതാണ് നാം ഇനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സമസ്തയുടെ തന്നെ പണ്ഡിതൻ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. എന്താണ് യഥാർത്ഥ ഹക്കുൽ ഇസ്ലാം, യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്താണ്? അത് മുസ്ലിയാർ വിശദീകരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനുണ്ട്. വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം. അപ്പോൾ സഹോദരങ്ങളെ, ഫൈസൽ മൗലവിയുടെ ആ ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമുക്കിതേ കാര്യം തന്നെ മറ്റൊരു മുസ്ലിയാരിൽ നിന്ന് കേൾക്കാം. ആര് ചെയ്താലും അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ, അവർ ചെയ്തില്ലേ, ഇവർ ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്തിന് ഒരു നിയമമുണ്ട്. ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ്. ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ എന്താ വ്യത്യാസം? അപ്പോൾ സഹോദരങ്ങളെ, ഫൈസൽ മൗലവി നേരത്തെ ആ പറഞ്ഞ പ്രയോഗം, ആ ഒരു സംസാരം, അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായില്ലേ? ഹിജറ 1 മുതൽ 400 വരെയുള്ള കാലയളവിന് ഇടയിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ തന്നെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അറിയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറയപ്പെട്ട പണ്ഡിതന്മാർ നബിദിനമാഘോഷത്തെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ടോ? ഈ ചോദ്യം വളരെ ഗൗരവമുള്ളതും പ്രാധാന്യമുള്ളതുമാണ്. നമ്മളിനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് തുടക്കക്കാർ ആരാണ് എന്നാണ്. ആദ്യം നമുക്ക് സിംസാറുൽ ഹക്ക് ഉദവിയിൽ നിന്ന് തന്നെ കേൾക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് പ്രവാചകനോ സഹാബാക്കളോ താബിഈങ്ങളോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മുസ്ലിയാക്കന്മാർ കളവല്ലേ പറഞ്ഞു വെച്ചത്? അതുപോലെ ഇവിടെ ഖലീലുൽ ബുഖാരിയും സിംസാറുൽ ഹക്ക് ഉദവിയും പറഞ്ഞ ഉസൂൽ അനുസരിച്ചും നബിദിനമാഘോഷം ദീനാകുന്നത് എങ്ങനെയാണ്? സുന്നത്താണ് എന്നും ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുർആനിൽ അതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്ന് വരെ മുസ്ലിയാക്കന്മാർ വാദിക്കുമ്പോൾ, പറഞ്ഞു വെക്കുമ്പോൾ എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത്? ഏത് പ്രമാണങ്ങളുടെ പിൻബലമാണ് അതിനുള്ളത്? ആരാണിത് പഠിപ്പിച്ചത്? നബിദിനമാഘോഷത്തിന്റെ തുടക്കക്കാർ ആരാണ്? അതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. المولد النبوي الشريف الذي كل العالم يحتفل به وتونس قبل أسبوعين احتفلت به. نعم. الذي سن هذا الاحتفال وأقره في كل الشمال الإفريقي هم الشيعة. الدولة الفاطمية. الدولة الفاطمية نعم. وكان المولد يحيى مولد النبي صلى الله عليه وآله ومواليد ال5 أصحاب الكساء يعني علي وفاطمة والحسن والحسين والأستاذ عبد الستار ممكن إذا مخطئ يصحح. فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شعير. ഇവിടെ പറയപ്പെടുന്നത് തന്നെ എന്താണ്? ഫാത്തിമിയാക്കൾ, ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സുന്നത്തായത്? പിന്നെ എങ്ങനെയാണ് ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതായത്? പിന്നെ എങ്ങനെയാണ് ഇത് 2 പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതായത്? പിന്നെ എങ്ങനെയാണ് ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുണ്ടായത്? പിന്നെ എങ്ങനെയാണ് ഖുർആൻ ഇതിന് ആഹ്വാനം നൽകിയത്? സ്വാഭാവികമാണ് ഇത്തരം ചോദ്യങ്ങളും ഷിയാക്കളാണെന്നുള്ള വാദവും ഉന്നയിക്കുമ്പോൾ അതിന് രേഖ ചോദിക്കും. നമുക്കതിന്റെ രേഖ കാണിച്ചുകൊണ്ട് മൂസ സലാഹി നടത്തിയ സംസാരം ഒന്ന് കേൾക്കാം. കടത്തി കൂട്ടിയൊരു സമ്പ്രദായമാണ് ഇത് എന്നാണ്
മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്ന് ചിലപ്പോൾ ശരിയായിരിക്കും. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിലുള്ള ഈ മൗലിദ് ആഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലവിക്കും കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിയില്ല. നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകാം. നീ ആഗോളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട. ഇത് ഷിയാക്കളെ ഏർപ്പാടാണോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകണം. കോഴിക്കോളി ഒന്ന് അൽ മുബാറക് കേട്ടോളി. 1989 ഓഗസ്റ്റ് സമസ്ത ഇങ്ങനെ പൊട്ടാൻ നിൽക്കണ നേരാക്കാൻ ചിലപ്പോ. അപ്പൊ രണ്ടു കൂട്ടർക്കും തള്ളാൻ പറ്റൂല. മൗലിദ് പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. ചരമദിനമുണ്ട്, അത് വഫാത്തെടുത്തോളി. ഷിയാക്കൾക്ക് അതുണ്ട്. തെളിവ് 1. ശരി, തെളിവ് 2. ഇനിയിപ്പോ നമ്മുടെ അസ്ലിം ബച്ചൻ പറഞ്ഞു കൊടുക്കുക. സുന്നി അഫ്കാർ 2024 സെപ്റ്റംബർ 16-30 വരട്ടെ. കാരണം മുദഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലിദാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. മുല്ല ഉമർ ആരാ? ഫാത്തിമിയാക്കളുടെ തീവ്രൻ. ഫാത്തിമിയാക്കളോ ഷിയാക്കളുടെ തീവ്രർ. എന്താ വേണ്ടു? എന്തേ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാത്തത്? എന്തേ ഉമർ റളിയല്ലാഹു അൻഹു കാണാത്തത്? പോകട്ടെ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാത്തത്? ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ തെളിവ് 2. ഇനി ഷിയാക്കൾ തന്നെ പറയട്ടെ. അപ്പോഴാണല്ലോ കേട്ടോളി. താരിഖുൽ ഇഖ്തിലാഫ് ബിൽ മവാലിദിൻ നബവി, ആരുടെ കിതാബാ? ഷിയാ സൂഫി കിതാബ്. ആ കിതാബിന്റെ പേജ് കാണാം. ഇതിന്റെ ളുഹൂർ ഇതെപ്പോഴാ വന്നത് നോക്കുക. ഖബല തഹദ്ദുസി ഫീമാ കാന ലിൽ ഖുലഫാഇൽ ഫാത്തിമിയീന മിൻ ബനി ഉബൈദില്ലാ ബി മിസ്ർ മിൻ അശ്ശൈൻ ഫീ ഇബ്തിദാഇ ഫിക്റത്തിൽ ഇഹ്തിഫാലി ബിൽ മൗലിദിൻ നബവി അശ്ശരീഫ്. ഖുലഫാഉർ റാഷിദീൻ അല്ലട്ടോ, ഖുലഫാഉൽ ഫാത്തിമീന. ഫാത്തിമിയാക്കളിലെ ആ ഖലീഫമാരെ കാലഘട്ടം പറയും മുമ്പ് ഇതുണ്ടായത് പറയട്ടെ. അന്ന് അതുണ്ടായത് ആര്? ഇതുണ്ടാക്കിയ ആൾക്കാർ. എന്താ വേണ്ടു? ഉണ്ടാക്കിയവർ. പിന്നെ പറഞ്ഞത് എന്താ? ഇനി അഹ്ലുസ് സുന്നന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നു. ഒന്ന് കൊടുക്കുക. ഈ വിഷയത്തിൽ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ, ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ, അവരൊക്കെ അംഗീകരിച്ച കിതാബാണ് ഇമാം മഖ്രീസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത്. അൽ ഖുത്തത്ത് എന്ന പേരിലാണ് അറിയപ്പെടുക. കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ ബിദിക്രിൽ ഖുത്തത്ത് വൽ ആസാർ അൽ മഅറൂഫ ബിൽ ഖുത്തത്തിൽ മഖ്രീസിയ്യ. ഇമാം മഖ്രീസിനെ കൊടുത്താൽ പറയാ ഇമാം മഖ്രീസി നിങ്ങളാളല്ലേ? നിങ്ങൾ ആളെന്നെയാണ്, എല്ലാവർക്കും പറ്റും. മനസ്സിലായില്ലേ? ഇമാം മഖ്രീസിനെ അവരൊക്കെ തെളിവാക്കും. അവിടെ പഠിച്ചല്ല. ഇനി തെളിവാക്കല്ലേ നമുക്ക് അപ്പൊ കൊടുക്കാൻ സാധിക്കും. കേൾക്കാം, വരട്ടെ. 436 പേജ്. എന്താണ്? വകാന ലിൽ ഖുലഫാഇൽ ഫാത്തിമീന ഫീ തൂലിസ് സന അയ്യാദ് വമവാസിം. വർഷം മുഴുവൻ ഷിയാക്കളുടെ ഫാത്തിമിയാക്കളായ ഖലീഫമാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് യൗമു ആശൂറ ഒക്കെ ഉണ്ട്. വമൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കി തരുമോ? ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ്. അപ്പൊ തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയായിസം. ഇനി തെളിവ് കിട്ടിയാറേണ്ട പള്ളം നിറച്ചു. മൂസ സലായി ഇവിടെ വളരെ വ്യക്തമായി തന്നെ വിഷയങ്ങൾ പറഞ്ഞു വെച്ചു. ഇരു സഹോദരങ്ങളെ, സമസ്തയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്, സുന്നി വോയിസ്. ഇതിൽ ഹാഫിദ് ബിൻ ഹജർ അൽ ഹൈത്തമി എന്ന ഹെഡിങ്ങിന് താഴെ കൊടുക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. അതായത് നബിദിനമാഘോഷം പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെയോ പരിചയമില്ല, അവരിൽ നിന്ന് കൈമാറി വന്നതല്ല എന്ന് വ്യക്തമായി പറയുകയാണ്. നേരത്തെ സിംസാറുൽ ഹഖ് ഉദവിയും ഖലീലുൽ ബുഖാരിയും പറഞ്ഞ ഭാഗം നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം ദീനുൽ ഇസ്ലാം ആകുന്നത് എങ്ങനെയാണ് എന്ന്, ഒരു കാര്യം ഹക്കുൽ ഇസ്ലാം ആകുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നേരത്തെ അവരുടെ സംസാരത്തിൽ നിന്ന് കേട്ടു. തുടർന്ന് നമ്മൾ കേട്ടത് സിംസാറുൽ ഹഖ് ഉദവിയിൽ നിന്ന് നബിദിനമാഘോഷം പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ നടത്തിയിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് പറയുന്ന ഭാഗം കേട്ടു. പിന്നീട് നമ്മൾ സമസ്തയുടെ പുസ്തകമായ സുന്നി വോയിസിൽ നിന്ന് തന്നെ കേട്ടു. എന്താണ്? ഹാഫിദ് ബിൻ ഹജർ അൽ ഹൈത്തമി എന്ന ഹെഡിങ്ങിന് ചുവടെ എഴുതി വെച്ച ഭാഗങ്ങൾ. നമുക്കതൊന്നുകൂടെ പൂർണ്ണമായി വായിക്കാം. അവിടെ ഇമാം സുയൂത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം പറയുന്നത് തന്നെ. എന്താണ് പറയുന്നത്? മുകളിൽ പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞു, ഒരാൾ മൗലിദാഘോഷത്തെപ്പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് എന്ന്. അപ്പോൾ പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറയിൽപ്പെട്ട ആരും തന്നെയോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത് സത്യമാണ്, കൃത്യമാണ്, വ്യക്തമാണ് എന്ന് സമസ്തയുടെ പുസ്തകം തന്നെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നേരത്തെ മുസ്ലിയാക്കന്മാർ പറഞ്ഞതൊക്കെ കളവാണ് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറയുന്നു ഇത് ബിദ്അത്താണ് എന്ന്. അപ്പോൾ സ്വാഭാവികമാണ് എന്താണ് ബിദ്അത്ത് എന്ന സംശയം വരും.
നമുക്കത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അപ്പോൾ ബിദ്അത്ത് എന്താണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് തന്നെ വ്യക്തമായി നാം മനസ്സിലാക്കി. ഇതിലൊരു വിശ്വാസിയുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി പ്രവാചകനിൽ മാതൃകയില്ലേ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് തടയപ്പെടുന്നതുമായ സർവ്വകാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മുൻഗാമികൾ പിൻഗാമികൾക്ക് വേണ്ടി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? മാനവരാശിക്കാകമാന മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച മഹാനായ പ്രവാചകന്റെ ജീവിതം മുഴുവനും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് തന്നെ കേൾക്കാം. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു, അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു, ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു, അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി, ഇങ്ങനെ തുടങ്ങി ഞാൻ പറയട്ടെ. അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചു, അത് ഏത് കൈയിന്റെ വിരലാണ്, ഇങ്ങനെ തുടങ്ങി. നിങ്ങൾ ചിന്തിക്കുക, ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ ഒരു വിഷയവും വിട്ടുവന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാതെ, അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കട്ടെ, എല്ലാ ചലനങ്ങളും, അതാണ് ഞാൻ ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. അത്രയും വിശദമായി സർവ വിഷയങ്ങളും സർവവാചകങ്ങളും ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും റിപ്പോർട്ട് വന്നിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് വ്യക്തമായി തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ വിശദീകരിച്ചു പറഞ്ഞു. എങ്കിൽ സഹോദരങ്ങളെ, ഗൗരവത്തോടെ നിങ്ങൾ ആലോചിച്ചോ? നബിദിനമാഘോഷം പ്രവാചകൻ ആഘോഷിച്ചോ? ഇല്ല. സഹാബാക്കൾ ആഘോഷിച്ചോ? ഇല്ല. ഉത്തമ തലമുറക്കാർ ആഘോഷിച്ചോ? പിന്നെ എങ്ങനെയാണ് ഖുർആനിൽ ആഹ്വാനമുണ്ട് എന്ന് സമസ്തക്കാർ വാദിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് സമസ്തക്കാർ വാദിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് സമസ്തക്കാർ വാദിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സുന്നത്താണ് എന്ന് സമസ്തക്കാർ വാദിക്കുന്നത്? അപ്പോൾ മുജാഹിദുകൾ പറഞ്ഞ വാദമല്ലേ സത്യം? അതല്ലേ യാഥാർത്ഥ്യം? നബിദിനമാഘോഷം ബിദ്അത്താണ്, ഇസ്ലാമികമല്ല. കൃത്യമായി സമസ്ത മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്ന നിരവധി കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.